എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. മത്തായി 19-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ യേശു കർത്താവ് ഗലീലി വിട്ട് യോർദാൻ അക്കരെയുള്ള യഹൂദ്യ എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നു എന്നും അവിടെ ഗലീലയിൽ നിന്ന് തന്നെ അനുഗമിച്ച വലിയ ജനക്കൂട്ടത്തിൽ പലരെയും അവൻ സുഖപ്പെടുത്തുന്നു എന്നും നാം വായിക്കുന്നുണ്ട്. ഗലീലയിൽ ആണ് കർത്താവ് പ്രധാനമായും പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത്. എന്നാൽ ഈ വേദഭാഗത്ത് കവർന്നഹൂമിലെ പത്രോസിന്റെ വീട്ടിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് മഹത്വത്തെയും കരുണയെയും കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവസാനമായി ഗലീല നാട് വിട്ടു എന്ന് വ്യക്തമാക്കുന്നു. തൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും ശേഷമല്ലാതെ യേശു ഗലീലയിലേക്ക് മടങ്ങിയില്ല എന്ന് മത്തായി 28-ാം അധ്യായത്തിലും യോഹന്നാൻ 21-ാം അധ്യായത്തിലും നാം വായിക്കുന്നു. തെക്കൻ ഇസ്രയേലിലെ യോർദാനിനപ്പുറത്തുള്ള യഹൂദ്യ പ്രദേശത്തേക്ക് കർത്താവ് വന്ന് എന്ന് നാം കാണുന്നു. നേരത്തെ തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞിരുന്ന പോലെ യെരുശലേമിൽ കഷ്ടം അനുഭവിച്ച് മരിക്കണം എന്ന പ്രവചനപ്രകാരം യെരുശലേമിനോട് കൂടുതൽ അടുത്തു വരുന്നു എന്ന് നാം കാണുന്നു. യേശു ഗലീലി വിട്ട് ഈ പ്രദേശത്തേക്ക് കടന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവിടെ കർത്താവിനെ അനുഗമിച്ചു എന്നും യേശു അവരെ അവിടെ സുഖപ്പെടുത്തി എന്നും 2-ാം വാക്യത്തിൽ കാണുന്നു. 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വിവാഹമോചനത്തെക്കുറിച്ച് മോശ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പരിസയന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനെ പരീക്ഷിച്ച് ചോദിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതും കർത്താവ് അവരുടെ ഹൃദയ കാഠിന്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയും ചെയ്യുന്നതായി നാം വായിക്കുന്നു. 3-ാം വാക്യത്തിൽ ചില പരിസയന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏത് കാരണത്താലും ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് ചോദിക്കുന്നതായി കാണുന്നു. പരീശന്മാർ അവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാനല്ല, മറിച്ച് കർത്താവിനെ കുടുക്കുവാനായിരുന്നു ഈ ചോദ്യം ചോദിച്ചത്. എങ്ങനെയാണ് അവർ ഈ ചോദ്യം കൊണ്ട് കർത്താവിനെ കുടുക്കും എന്ന് ആലോചിച്ചത് എന്ന് ശ്രദ്ധിക്കാം. കർത്താവ് മുൻപ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചത് ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്നതിനുള്ള ഏക കാരണം അവിശ്വസ്തത മാത്രമാണെന്നാണ്. തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗ ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു, ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു എന്ന് മത്തായി 5-ാം അധ്യായത്തിന്റെ 31-32 നാം വായിച്ചു. അതായത് വിവാഹമോചനത്തിന് സ്വീകാര്യമായ ഏക കാരണം ദാമ്പത്യ അവിശ്വസ്തത അഥവാ വ്യഭിചാരം മാത്രമാണ് എന്ന് യേശു പഠിപ്പിച്ചിരുന്നു എന്ന് പരീശന്മാർക്ക് അറിയാമായിരുന്നു. എന്തെങ്കിലും കാരണത്താൽ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന പരീശന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി യേശു കർത്താവ് മോശ അനുവദിച്ച ഭാര്യമാരെ ഉപേക്ഷണപത്രം കൊടുത്ത് ഉപേക്ഷിക്കുന്നതിന് വിരുദ്ധമായി സംസാരിച്ചാൽ മോശയ്ക്കും അവന്റെ നിയമത്തിനും വിരുദ്ധമായി സംസാരിച്ചു എന്ന് പരിസയന്മാർക്ക് കർത്താവിനെ അപകീർത്തിപ്പെടുത്താനാകും. അങ്ങനെ ജനത്തെ മുഴുവൻ കർത്താവിനെതിരെ തിരിക്കാൻ പരിസയന്മാർക്ക് കഴിയും. മറിച്ച് യഹൂദർ ചെയ്തിരിക്കുന്നത് പോലെ ഉപേക്ഷണപത്രം കൊടുത്ത് ഉപേക്ഷിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചാൽ കർത്താവ് മുൻപ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ സ്വന്തം വചനത്തിന് വിരുദ്ധമായി സ്വയം സംസാരിച്ചു എന്ന് ആരോപിക്കാനാവും എന്ന് പരിസയന്മാർ ആലോചിച്ചു എന്ന് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം കൂടി, പരീശന്മാർ ലക്ഷ്യം വെച്ചത് ദൈവത്തിന്റെ നിയമത്തിനെതിരായി വിവാഹ ജീവിതം നയിക്കുന്ന ഹേരോദാ രാജാവിനെ അപലപിക്കുന്ന എന്തെങ്കിലും പറയാൻ യേശുക്രിസ്തുവിനെ പ്രകോപിപ്പിച്ചാൽ യോഹന്നാൻ സ്നാപകനോട് ചെയ്തതുപോലെ ഹേരോദാവിനാൽ തന്നെ യേശുവിനെ ഉന്മൂലനം ചെയ്യാനാകും എന്ന ലക്ഷ്യവും ഈ ചോദ്യത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പരീശന്മാരോടുള്ള പ്രതികരണമായി തിരുവെഴുത്തുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നാം വായിക്കുന്നു. കർത്താവ് തന്റെ മറുപടിയിൽ ഹേരോദാവിനെ പരാമർശിച്ചില്ല, മറിച്ച് മോശയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപകൽപ്പന ചൂണ്ടിക്കാണിക്കുകയും ദൈവം വിവാഹത്താൽ യോജിപ്പിച്ചതിനെ ഒരു മനുഷ്യനും വേർപെടുത്തരുത് എന്ന തൻ്റെ ആശയം വ്യക്തമാക്കുന്നതായി നാം കാണുന്നു. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ.
ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. കർത്താവ് ഇവിടെ ഉദ്ധരിക്കുന്നത് മോശയുടെ തന്നെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 1:27 വാക്യവും ഉൽപ്പത്തി 2:24 വാക്യവുമാണ്. ഇവിടെ കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം, സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യവർഗത്തിൻ്റെ ആദ്യ മാതാപിതാക്കളെ, അതായത് ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ ആദ്യം ഒരാണും പിന്നെ അവനിൽ നിന്ന് ഒരു പെണ്ണും എന്ന നിലയിൽ അവരുടെ വിവാഹം തീരുമാനിച്ചു. അവിടെ ആദമിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം കഴിക്കാനോ ഏത് കാരണത്താലും ഹവ്വയെ ഉപേക്ഷിച്ച് മറ്റൊരാൾ വിവാഹം കഴിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ദൈവം മനുഷ്യ സൃഷ്ടിയുടെ യഥാർത്ഥ രൂപകൽപ്പനയിൽ വിവാഹമോചനത്തിനോ ബഹുഭാര്യത്വത്തിനോ ഒരു വ്യവസ്ഥയും ഏർപ്പെടുത്തിയില്ല എന്ന് കർത്താവ് തെളിയിക്കുന്നതായി കാണാം. ഉയർന്ന നിലവാരമുള്ള യഹൂദ മതവിശ്വാസികളായ പരിസയന്മാർ മുഴുവൻ തിരുവെഴുത്തുകളും വായിച്ചിട്ടുണ്ടെന്നും ചില സന്ദർഭങ്ങളിൽ മുഴുവൻ തിരുവെഴുത്തുകളും മനഃപ്പാഠമാക്കിയിട്ടുണ്ടെന്നത് പൊതുവിൽ സകലർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. എന്നിട്ട് നിങ്ങൾ ദൈവവചനം വായിച്ചിട്ടില്ലേ എന്ന ചോദ്യത്തിലൂടെ ദൈവം അവർക്ക് നൽകിയ സത്യം അവർ അവഗണിക്കുകയാണെന്ന് കർത്താവ് സൂചിപ്പിക്കുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം, പാരമ്പര്യത്തിലൂടെയും ആചാരത്തിലൂടെയും മനുഷ്യൻ സ്വയം ഉണ്ടാക്കിയ ഒന്നല്ല വിവാഹം. പ്രത്യുത ദൈവമാണ് വിവാഹം സ്ഥാപിച്ചത്. ഈ വിധത്തിൽ ദൈവം ഒരു പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് ചേർക്കുന്നു എന്നും അങ്ങനെ ദൈവം വിവാഹത്തിലൂടെ യോജിപ്പിച്ചവരെ ഒരു മനുഷ്യനും വിഭജിക്കാനോ വേർപെടുത്തുവാനോ ധൈര്യപ്പെടരുത് എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. മലാക്കി 2:16 വാക്യത്തിൽ ദൈവമാണ് വിവാഹബന്ധം ഉറപ്പിച്ചിരിക്കുന്നതെന്നും ദൈവം വിവാഹമോചനം വെറുക്കുന്നു എന്നും അരുളി ചെയ്യുന്നു. 7 വാക്യത്തിൽ പരീശന്മാർ കർത്താവിനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. പരീശന്മാർ ആവർത്തന പുസ്തകം 24 വാക്യത്തിൽ, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയിൽ ചില നീചത്വം കണ്ടെത്തിയാൽ അവൾക്ക് വിവാഹമോചന പത്രം നൽകി അവൻ അവളെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്ന നിയമമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മോശയുടെ കാലത്ത് ഇസ്രായേല്യരുടെ ഇടയിൽ വിവാഹമോചനം നിലനിന്നിരുന്നു എന്നും ദൈവം ചേർത്തതിനെ വേർപെടുത്തരുത് എന്ന് യേശുക്രിസ്തു ഇപ്പോൾ പറഞ്ഞതിനോട് അത് എങ്ങനെ യോജിക്കുന്നു എന്നാണ് പരീശന്മാർ ചോദിക്കുന്നതിൻ്റെ അർത്ഥം. 8 വാക്യത്തിൽ, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ മോശ കൽപ്പിച്ചത്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന് കർത്താവ് മറുപടി നൽകുന്നു. അതായത് സൃഷ്ടിയിൽ ദൈവത്തിന്റെ ഉദ്ദേശം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹം ആജീവനാന്തം നിലനിൽക്കണമെന്നായിരുന്നു. എന്നിരുന്നാലും മോശയുടെ കീഴിൽ ജനങ്ങളുടെ പാപത്താൽ കഠിനപ്പെട്ട ഹൃദയങ്ങൾ കാരണം വലിയ തിന്മകൾ തടയാനായി ആണ് മോശ വിവാഹമോചനം അനുവദിച്ചത്. യഹൂദരുടെ ഹൃദയകാഠിന്യത്താൽ, അതായത് അവർ അത്ര ശാഠ്യക്കാരും വഴക്കമില്ലാത്തവരുമായതിനാൽ അനുരഞ്ജിപ്പിക്കാൻ കഴിയാത്തവരും ദ്രോഹത്തോടെയും പ്രതികാര ബുദ്ധിയോടെയും തങ്ങൾക്ക് അനിഷ്ടമായ ഭാര്യമാരോട് പെരുമാറിയിരുന്നു എന്ന് മോശ വിവാഹമോചനം അനുവദിച്ചില്ലെങ്കിൽ തങ്ങൾക്കിഷ്ടമില്ലാത്ത ഭാര്യമാരോട് ഏറ്റവും ക്രൂരമായ രീതിയിൽ പെരുമാറുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുമായിരുന്നു. അങ്ങനെ മോശ വിവാഹമോചനത്തിനുള്ള ഈ അനുമതി നൽകിയത് അത് ദുരുപയോഗം ചെയ്തു കാമവികാരങ്ങൾ നിറവേറ്റാനല്ല, മറിച്ച് വലിയ തിന്മകൾ തടയാനാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല എന്നതിലൂടെ കർത്താവ് അർത്ഥമാക്കുന്നത് ലോകത്തിന്റെ ആരംഭം മുതൽ വിവാഹത്തിന്റെ ആദ്യ സ്ഥാപനത്തിലും ലോകത്തിന്റെ ആദ്യ യുഗങ്ങളിലും വിവാഹമോചനത്തിന് അനുമതിയോ അങ്ങനെ ആചാരമോ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇതാദ്യം ദൈവത്തിന്റെ പ്രഖ്യാപിത ഇഷ്ടമായിരുന്നില്ല. മോശയുടെ കാലത്തിനു മുമ്പ് ഒരു നല്ല മനുഷ്യനും ഇത് ചെയ്തിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നു. ആദമോ സേത്തോ നോഹയോ അബ്രഹാമോ ഇസഹാക്കോ യാക്കോബോ ഏതെങ്കിലും ഗോത്രപിതാക്കന്മാരോ അവരുടെ ഭാര്യമാരെ ഏതെങ്കിലും പരിഗണനയുടെ പേരിൽ ഉപേക്ഷിച്ചതായി നാം ഒരിക്കലും വായിച്ചിട്ടില്ല എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. 9 വാക്യത്തിൽ, ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു എന്ന് കർത്താവ് പറയുന്നതിലൂടെ ലൈംഗിക അധാർമികത ഒഴികെ ഭാര്യയെ വിവാഹമോചനം ചെയ്ത് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഏതൊരു പുരുഷനും വ്യഭിചാരം ചെയ്യുന്നു എന്ന് അർത്ഥമാക്കുന്നു. ലൈംഗിക അധാർമികതയുടെ കാര്യത്തിൽ ഒഴികെ
വിവാഹമോചനം പാപമാണെന്ന് യേശുക്രിസ്തു പ്രഖ്യാപിക്കുന്നു എന്ന് കാണുന്നു. മത്തായി 5-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഗിരിപ്രഭാഷണ വേളയിൽ കർത്താവ് പറഞ്ഞ വചനം ആവർത്തിച്ചുകൊണ്ട് വ്യഭിചാരം മൂലമല്ലാതെ മറ്റ് കാരണങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു, കാരണം അയാൾ മറ്റൊരാളുടെ ഭാര്യയുമായി സഹവസിക്കുന്നു എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. 10-ാം വാക്യത്തിൽ ശിഷ്യന്മാർ അവനോട് സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. ശിഷ്യന്മാർ പറയുന്നതിന്റെ അർത്ഥം വ്യഭിചാരം ഒഴികെ യാതൊരു കാരണവശാലും ഏറ്റവും അസ്വസ്ഥത ഉളവാക്കുന്ന പെരുമാറ്റത്തിൽ ബുദ്ധിമുട്ടുള്ളവളാണെങ്കിലും ഒരു പുരുഷന് തന്റെ ഭാര്യയെ നിയമപരമായി ഒരിക്കലും വേർപെടുത്തുവാൻ കഴിയുകയില്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഒരു പുരുഷൻ എപ്പോഴും അവിവാഹിതനായി ജീവിതം നയിക്കുന്നതാണ് എന്നാണ്. വിവാഹമോചനം അസാധ്യമെങ്കിൽ അസന്തുഷ്ടമായ ദാമ്പത്യത്തിൽ ജീവിതകാലം മുഴുവൻ കുടുങ്ങിക്കിടക്കുന്നതിനേക്കാൾ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ശിഷ്യന്മാർ പ്രസ്താവിക്കുന്നതായി കാണുന്നു. 11-ാം വാക്യത്തിൽ വരൻ ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല എന്ന് കർത്താവ് പറയുന്നതിലൂടെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് കൂടുതൽ ഉചിതമാണെന്ന ഈ വചനം എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ കഴിയുകയില്ല എന്നും എല്ലാവർക്കും സംയമനം പാലിക്കാനുള്ള വരം ഇല്ലാത്തതിനാൽ അത്തരക്കാർ വിവാഹം കഴിക്കുന്നതാണ് ഉചിതമെന്നും യേശുക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നു. 1 കൊരിന്ത്യർ 7-ാം വാക്യത്തിൽ സകല മനുഷ്യരും എന്ന പോലെ ആയിരിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു, എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവന് അങ്ങനെയും താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു എന്ന് പൗലോസ് അപ്പസ്തോലൻ പറയുമ്പോൾ വിവാഹം കഴിക്കാതിരിക്കാനുള്ള കഴിവ് നൽകപ്പെട്ടവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ എന്ന് പ്രസ്താവിക്കുന്നത് ഇതിന് സമാനമാണ് എന്ന് മനസ്സിലാക്കാം. 12-ാം വാക്യത്തിൽ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവർ ഉണ്ട്, മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്, ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് യേശു കർത്താവ് പറയുന്നതായി വായിക്കുന്നു. കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ശ്രദ്ധിക്കാം. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവർ എന്നതുകൊണ്ട് ജനനം മുതൽ ജീവിതാവസാനം വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാർ എന്നതുകൊണ്ട് ഷണ്ഡത്വം ചെയ്യപ്പെട്ടവരെ സൂചിപ്പിക്കുന്നു. അതായത് ലൈംഗിക അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുകയോ വൈകല്യം വരുത്തുകയും ചെയ്തവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചില പുരാതന രാജകൊട്ടാരങ്ങളിൽ രാജകീയ സ്ത്രീകളെ പരിപാലിക്കുന്ന പുരുഷ സേവകരെ ലൈംഗിക പ്രവർത്തനത്തിന്റെ സാധ്യത ഒഴിവാക്കാൻ ഷണ്ഡത്വം ചെയ്തിരുന്നു. അതുപോലെ രാജാക്കന്മാരുമായി അടുപ്പമുള്ള ഉപദേശകരെയും മറ്റുള്ളവരെയും ഷണ്ഡന്മാരാക്കി, അതിനാൽ അവർ ലൈംഗികതയാൽ ദുഷിക്കപ്പെടുകയോ ഒരു കുടുംബത്താൽ ശ്രദ്ധ തിരിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല. തുടർന്ന് യേശു 3-ാമത്തെ തരം ഷണ്ഡന്മാരെ പറ്റി പറയുന്നത് സ്വർഗരാജ്യത്തിനു വേണ്ടി തങ്ങളെ തന്നെ അങ്ങനെ ആക്കിയവർ എന്നാണ്. കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത് സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ ഷണ്ഡീകരണം ചെയ്യപ്പെട്ടവർ എന്നല്ല, മറിച്ച് കൂടുതൽ ഏകാഗ്രമായ ഭക്തിയോടെ കർത്താവിനെ സേവിക്കുന്നതിനായി ലൈംഗിക അഭിലാഷവും വിവാഹിതരാകാനുള്ള അവകാശവും മാറ്റിവെച്ചവരെ കുറിച്ചാണ് കർത്താവ് ആലങ്കാരികമായി ഇവിടെ സംസാരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർ അവരുടെ പങ്കാളിയില്ലാതെയുള്ള ജീവിതം വഴി സ്വർഗരാജ്യം നേടുന്നതിനുള്ള മാർഗം എന്ന നിലയിലല്ല, മറിച്ച് വിഭാഗത്തിന്റെ ബാധ്യതകളിൽ നിന്ന് മുക്തരായി സഭയിൽ ദൈവത്തിന്റെ ആരാധനയിലും സേവനത്തിലും പങ്കെടുക്കുന്നതിനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ശുശ്രൂഷിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനുമായി മുഴുവൻ സമയവും സമർപ്പിക്കപ്പെടുന്നതിനും അങ്ങനെയുള്ളപ്പോൾ കൂടുതൽ വിശ്രമം അനുഭവിക്കേണ്ടതിനുമാണ് വിവാഹം കൂടാതെ ജീവിക്കുക എന്ന തീരുമാനമെടുക്കുന്നത്. യെശയ്യാപ്രവചനം 56-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവിനെ ഭയപ്പെട്ട് സേവിക്കുന്നവരും കൽപ്പനകളും ചട്ടങ്ങളും ഭക്തിപൂർവ്വം ആചരിക്കുന്നവരുമായവരെ ഷണ്ഡന്മാരോട് ഉപമിച്ചിരിക്കുന്നു. ഈ അവസ്ഥ സ്വീകരിക്കുവാൻ കഴിയുന്ന വ്യക്തി അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഈ വിഷയം ഉപസംഹരിക്കുന്നത്. അതായത് ഏകനായി ജീവിക്കുന്നതിന്റെ പ്രയോജനത്തെയും നന്മയെയും കുറിച്ചുള്ള മുകളിൽ പറഞ്ഞ വചനം ഹൃദയപൂർവ്വം സ്വീകരിക്കാനും ഹൃദയപൂർവ്വം ഏറ്റെടുക്കുവാനും കഴിയുന്ന ഏതൊരാൾക്കും സഹിഷ്ണുതയുടെ വരം ഉണ്ടായിരിക്കാനും അതനുസരിച്ച് ജീവിക്കാൻ കഴിയും എന്നും, അങ്ങനെ വരം ലഭിച്ചവർ അത് സ്വീകരിച്ച് മുറുകെ പിടിക്കട്ടെ, അതനുസരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു.